കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ കുട്ടികൾക്ക് താല്പര്യമുണ്ടാക്കുന്ന രീതിയിലുള്ള കളിമൺ നിർമ്മാണത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. വിനോദസഞ്ചാര വകുപ്പിന്റെ സ്റ്റാളിൽ ഒരുക്കിയ വയലും വീടും കുട്ടികളിൽ പുതിയ അനുഭൂതി സൃഷ്ടിക്കുകയാണ്. പഴമ വിളിച്ചോതുന്ന ഈ പ്രദർശനം കാണികളിൽ മറ്റൊരു നവ്യാനുഭവമാണ് തീർത്തത്. കുട്ടികളെല്ലാം ഒരുപോലെ എന്താണെന്നറിയാതെ കൗതുകത്തോടെ ആസ്വദിക്കുകയാണ്. ഇതെന്തുണ്ടാക്കുന്നേന്നറിയോ? എന്തുണ്ടാക്കുന്നേന്നറിയോ? ചട്ടി. ഓ, ചട്ടിയോ? ഇതിന് മുൻപ് കണ്ടിട്ടുണ്ടോ ഉണ്ടാക്കുന്നത്? കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ കാണുന്നത്? എടാ, ഇതെന്തുണ്ടാക്കുന്നേന്നറിയോ? മൺപാത്രം. ഇത് മുൻപ് കണ്ടിട്ടുണ്ടോ? ഇല്ല കണ്ടില്ല. എങ്ങനെയുണ്ട്? കണ്ടിട്ട് എന്താ തോന്നുന്നത്? നന്നായിട്ട് രസമുണ്ട്. എന്താ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ? ചെയ്ത് നോക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഇപ്പൊ മണ്ണൊക്കെ ആവൂലേ, അതുകൊണ്ടാണ്. എനിക്ക് ഇതുപോലെ ഈ വയലും വീടും സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ മുമ്പ്? വയലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അത് ഇതുപോലെ വീടുകളും കാര്യങ്ങളും ഇതേപോലത്തെ വീടൊന്നും കണ്ടിട്ടില്ല. ആദ്യമായിട്ട് പഴയ കാലത്തേക്ക് ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്നാണ് കളിമൺ പാത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പറയാനുള്ളത്. അത് ഇപ്പോഴത്തെ മക്കളൊന്നും ഇപ്പം കാണലല്ലോ, അപ്പോൾ അതായിട്ട് കാണല്ലേ, അതുകൊണ്ട് അവർക്കൊരു കൗതുകം ഉണ്ടാവും. പിന്നെ ഞങ്ങളെ മക്കളൊന്നും ഇത് ചെയ്യുന്നില്ല, അവർക്കൊരു താല്പര്യമില്ല. ഇപ്പം മണ്ണും കിട്ടാനില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ചിലവും കുറവാണ്. ഇതൊക്കെയാണ്. ആവശ്യക്കാരും കുറവാണ്. ഇപ്പോൾ മേഖല ആരും നിൽക്കില്ല. ഇപ്പോൾ ടൂറിസം മേഖലയിലെ മികച്ച നേട്ടങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ചോതുന്നതാണ് എൻ്റെ കേരളം പ്രദർശനമേളയിലെ ഈ സ്റ്റാൾ. രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിന പിച്ചറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇടുക്കിയിൽ സംഘടിപ്പിച്ച എൻ്റെ കേരളം പ്രദർശനമേള സമാപിച്ചു. സമാപന സമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിലെ എൻ്റെ കേരളം പ്രദർശന വിപണനമേള മികച്ച ദൃശ്യമാധ്യമ പുരസ്കാരം കേരള വിഷൻ ന്യൂസിന് ലഭിച്ച കാര്യം ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മികച്ച റിപ്പോർട്ടറായി ബിനീഷ്